ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത്. ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മോദി വെടിതീർന്നതായാണ് സർവേ ഫലങ്ങളും ഇലക്ഷൻ ട്രെൻഡും സൂചിപ്പിക്കുന്നത്. ഇനി ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 57 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. 57 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിധി തേടുമ്പോൾ ഇനി അത്ഭുതം സംഭവിക്കണം മോദിക്ക് അധികാരത്തിലെത്താൻ. കഴിഞ്ഞ തവണ 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മോദി കേവല ഭൂരിപക്ഷം നേടിയിരുന്നു. ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 303 എന്ന മാന്ത്രിക സംഖ്യ സ്വായത്തമാക്കി ബിജെപി. ഇത്തവണ സ്ഥിതിഗതികൾ അതല്ല. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമി മോദിയെ അത്രയധികം സഹായിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഹിന്ദി ഹൃദയഭൂമി. അതിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി വമ്പൻ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും പൂർവാഞ്ചൽ മേഖലയിൽ. പൂർവാഞ്ചൽ മേഖലയിലാണ് മോദി മത്സരിക്കുന്ന വാരണാസി. പക്ഷേ മോദി മത്സരിക്കുന്നതിന്റെ തരംഗമൊന്നും പൂർവാഞ്ചൽ മേഖലയിലില്ല. അവിടെയെല്ലാം അഖിലേഷ് യാദവിന്റെ തരംഗമാണ്. അഖിലേഷ് യാദവ് അവിടെയെല്ലാം കീഴടക്കി കഴിഞ്ഞു. കൂടെ കോൺഗ്രസുമുണ്ട് അഖിലേഷിനോടൊപ്പം. എന്തായാലും ഉത്തർപ്രദേശിൽ വലിയ സീറ്റൊന്നും മോദിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ലഭിക്കാൻ പോകുന്നില്ല. പിന്നെ ബീഹാറാണ്. ബീഹാറിൽ തേജസ്വി യാദവിന്റെ പടയോട്ടമാണ് കാണുന്നത്. നടുവേദന പോലും വകവയ്ക്കാതെ ഇലക്ഷൻ പ്രചരണത്തിൽ സജീവമാണ് തേജസ്വി യാദവ്. തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായിരുന്നപ്പോൾ യുവാക്കൾക്ക് ചെയ്തു കൊടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് തൊഴിലവസരം അടക്കമുള്ള കാര്യങ്ങൾ. അതൊക്കെ തേജസ്വി യാദവിനെ പണ്ടത്തെ ലാലു പ്രസാദ് യാദവിനെ പോലെ തന്നെ ജനപ്രിയ നായകനാക്കി മാറ്റി. ഇത്തവണ കരുതലോടെയാണ് നീങ്ങുന്നത് തേജസ്വി യാദവ്. മറ്റൊന്ന് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ വലിയ മുന്നേറ്റം നടത്താൻ ബിജെപിക്ക് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അവിടെ കോൺഗ്രസിന്റെ ഭരണമാണ്. ആ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇനി ബിജെപിയെ രക്ഷിക്കണമെങ്കിൽ ബംഗാൾ വേണം. ബംഗാളിൽ എത്ര സീറ്റ് പിടിക്കാൻ പറ്റുമോ അത് ബിജെപിക്ക് ഗുണകരമായി മാറും. കഴിഞ്ഞ തവണ ബിജെപി ബംഗാളിൽ 18 സീറ്റ് നേടിയിരുന്നു. അത്ഭുതകരമായ മുന്നേറ്റമാണ് കഴിഞ്ഞ തവണ ബംഗാളിൽ ബിജെപി കാഴ്ചവെച്ചത്. തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റ് നേടി ഒന്നാം കക്ഷിയായി മാറി ബംഗാളിൽ. ഇത്തവണ ആ 18 സീറ്റ് നിലനിർത്താൻ ബിജെപിക്ക് കഴിയില്ല. കാരണം അവിടെ ബിജെപി ഓഫീസുകളെല്ലാം തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകളായി മാറി. തൃണമൂൽ കോൺഗ്രസ് ബ്രിഗേഡിയർമാർ ബിജെപിയെ തല്ലി ഓടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബിജെപിയുടെ വി മുരളീധരൻ അവിടെ എത്തിയപ്പോൾ, ബംഗാളിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബംഗാളികൾ ചോർ ചോർ എന്ന് വെച്ചാൽ കള്ള കള്ള എന്ന് വിളിച്ചാണ് വി മുരളീധരനെ ഓട്ടിച്ചത്. വി മുരളീധരൻ പി ടി ഉഷയെക്കാളും നല്ല രീതിയിലോട് വന്ന് അപ്പോഴാണ് മനസ്സിലായത് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ, കാൾ ലൂയിസിനേക്കാൾ വലിയ ഓട്ടക്കാരൻ വി മുരളീധരനാണെന്ന് അന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തായാലും ബംഗാള് കണ്ട് ബിജെപി പനിക്കണ്ട. ബംഗാളിൽ എത്ര സീറ്റ് കിട്ടുന്നുവോ ആ സീറ്റ് തങ്ങൾക്ക് ഗുണകരമാകുമെന്നും അതിലൂടെ കേവല ഭൂരിപക്ഷമെങ്കിലും നേടാനാകുമെന്നുമാണ് ബിജെപി ചിന്തിക്കുന്നത്. പക്ഷേ ബംഗാൾ മമതയുടെ ബംഗാളാണ്. മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകി കഴിഞ്ഞു മമതാ ബാനർജി. ആ മമതയുടെ ബംഗാളിനെ ഒന്നിളക്കാൻ പോലും ഇത്തവണ ബിജെപിക്ക് കഴിയില്ല. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് ബിജെപി ഒരു മുന്നേറ്റമൊക്കെ നടത്തി. കഴിഞ്ഞ തവണ ഒരുപാട് സിപിഎം പ്രവർത്തകരും ഒരുപാട് സിപിഎം നേതാക്കളുമെല്ലാം ബിജെപിയിലേക്ക് ചേക്കേറി. സിപിഎം ഓഫീസുകൾ ബിജെപി ഓഫീസുകളായി മാറി. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ അടിഭയന്നാണ് സിപിഎമ്മുകാർ നേരെ പോയി ബിജെപിയിലേക്ക് ചേക്കേറിയത്. പക്ഷെ ആ ചേക്കേറിയ സിപിഎമ്മുകാർക്ക് ഇപ്പോൾ കണക്കിന് കിട്ടി. ബംഗാളിൽ നടക്കുന്നത് കയ്യൂക്കിന്റെ രാഷ്ട്രീയമാണ്. മമതാ ബാനർജി എന്ന ഉരുക്ക് വനിത ഭരിക്കുന്ന ബംഗാളിൽ ഇത്തവണ 18 സീറ്റ് ബിജെപി നേടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പം അതിശയോക്തി തന്നെയാണ്. നേടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും മറ്റൊന്ന് പഞ്ചാബാണ്. പഞ്ചാബിൽ ബിജെപി പറയുന്നത് അവിടുത്തെ ഹിന്ദു വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. പക്ഷെ ആ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യും. മഹാത്മാഗാന്ധിയെ നരേന്ദ്രമോദി തള്ളിപ്പറഞ്ഞതോടെ, അധിക്ഷേപിച്ചതോടെ പഞ്ചാബുകാർ, ദേശസ്നേഹികളായ പഞ്ചാബുകാർ ബിജെപിക്ക് എതിരായി കഴിഞ്ഞു. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെയാണ് പ്രധാന മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഏഴാം ഘട്ടത്തിന് മുമ്പേ തന്നെ വെടിതീർന്നിരിക്കുന്നു മോദിക്ക്. എന്തായാലും കന്യാകുമാരിയിൽ പോയതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടായിരുന്നു. ഹിന്ദുക്കളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ് മോദി കന്യാകുമാരിയിൽ പോയത്. വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ധ്യാനം കുളമാക്കാൻ DMK ശ്രമിക്കുന്നുമുണ്ട്. ധ്യാനം കൊണ്ടൊന്നും കാര്യമില്ല. മോദി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം. വർഗീയത പറഞ്ഞ് വോട്ട് നേടിയാൽ അതെക്കാലവും നിലനിൽക്കില്ല. വർഗീയതയ്ക്ക് ഇന്ത്യൻ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ളതിന്റെ തെളിവാണ്
ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ തിരിച്ചടി. ആറാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കേവല ഭൂരിപക്ഷം ഇന്ത്യ മുന്നണി നേടുമെന്ന് എല്ലാ സർവേകളും പറയുന്നു. ഇനിയിപ്പോ മോദിയെ സഹായിക്കണമെങ്കിൽ ബംഗാൾ വേണം. ബംഗാൾ കണ്ട് പനിക്കണ്ട. ഇല്ലെങ്കിൽ തമിഴ്നാട് വേണം. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലമുള്ള തമിഴ്നാട് വേണം. അവിടെ ഡി എം കെയെ മാറ്റി നിർത്തി ഒരു കക്ഷിക്കും മുന്നേറാൻ സാധിക്കില്ല. അതൊക്കെയാണ് സ്ഥിതിവിശേഷം. കേരളത്തിൽ നോക്കണ്ട. കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ കേസ് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. നാറിയനെ ചുവന്നാൽ ചുവന്നവനും നാറും എന്ന് പറഞ്ഞതുപോലെ മോദി ചെന്ന് ചുമന്നത് ദേവഗൌഡയാണ്. ദേവഗൌഡയും ദേവഗൌഡയുടെ മകനും പേരമകനും ഒക്കെ ഇപ്പോ അങ്കലാപ്പിലാണ്. രേവണ്ണയും പ്രജ്വൽ രേവണ്ണയൊക്കെ ലൈംഗിക അതിക്രമ കേസിലാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മോദി വീണിരിക്കുന്നു. മോദിയുടെ വീഴ്ച അതൊരു പാഠമാണ്. മതവിദ്വേഷ പ്രസംഗം നടത്തുന്ന എല്ലാവർക്കും, ഗാന്ധിജിയെ അപമാനിക്കുന്ന എല്ലാവർക്കും.